അമിതമായ ജോലിഭാരം, കുട്ടികളുണ്ടാവാത്തതിനെ പറ്റിയുള്ള ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ, മാനസിക സമ്മർദ്ദം ഇവ നിങ്ങളുടെ ബീജത്തിൻ്റെ ആരോഗ്യത്തെ സാവധാനം തകർക്കുന്ന ഒരു വില്ലനാണ്. അമിതമായി മാനസിക സമ്മർദ്ദം അനുഭവിക്കുമ്പോൾ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടുന്നു. ഇത് ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ടെസ്റ്റിക്കുലാർ ആക്സിസിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിൻ്റെ ഉൽപാദനത്തിനെ കുറയ്ക്കുന്നു. ഇത് ബീജത്തിന്റെ പ്രൊഡക്ഷനെ ബാധിക്കാം. മാനസിക സമ്മർദ്ദം കൂടുതലാവുമ്പോൾ ശരീരത്തിൽ ഫ്രീ റാഡിക്കലുകളുടെ അളവ് കൂടുകയും ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാവുകയും ബീജത്തിന്റെ കോശഭിത്തിക്കും മൈറ്റോകോൺഡ്രിയയ്ക്കും തകരാറുണ്ടാക്കുകയും ചെയ്യാം. അത് ബീജത്തിന്റെ ചലനശേഷിയെയും മോർഫോളജിയെയും ബാധിക്കാം. പലപ്പോഴും അമിതമായിട്ടുള്ള സ്ട്രെസ് ലൈംഗികമായ താല്പര്യക്കുറവിനും ഉത്തേജനക്കുറവിനും കാരണമായേക്കാം. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പോലെയുള്ള ഈഡിക്ക് ഒരു പ്രധാന കാരണം അമിതമായ മാനസിക സമ്മർദ്ദം തന്നെയാണ്. മാനസിക സമ്മർദ്ദം നമുക്ക് എപ്പോഴും ഒഴിവാക്കാൻ പറ്റിയൊരു കാര്യമല്ല, പക്ഷേ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. റിലാക്സ് ചെയ്യാനായിട്ട് മെഡിറ്റേഷൻ ആവാം, പ്രാർത്ഥനയാവാം, നല്ല ഇഷ്ടമുള്ള പാട്ട് കേൾക്കാം, ഡാൻസ് ചെയ്യാം, സ്ഥിരമായി ലഘുവ്യായാമങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. കൃത്യമായി ഉറങ്ങുക. ഇന്നത്തെ കാലത്ത് ഭാര്യയും ഭർത്താവും കട്ടിലിൻ്റെ രണ്ടറ്റത്ത് കിടന്ന് രണ്ട് മൊബൈൽ നോക്കുന്ന ഒരു രീതിയാണുള്ളത്. പലപ്പോഴും മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള അവസരം ഈ മൊബൈൽ കവർന്നെടുക്കാം. അത് പങ്കാളികൾ തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ്, അട്രാക്ഷൻ, ഇൻറ്റിമസി എന്നിവയെ ബാധിക്കാം. തുറന്ന സംസാരം തന്നെ പലപ്പോഴും സ്ട്രെസ് കുറയ്ക്കാൻ സഹായിച്ചേക്കാം. ഒരു കുഞ്ഞുണ്ടാവാനുള്ള യാത്രയിൽ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ആരോഗ്യപൂർണ്ണമായി വയ്ക്കുവാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് സമയത്ത് ശരീരത്തിനൊപ്പം മനസ്സിനും പരിചരണം ആവശ്യമാണ്. ശരിയായ ചികിത്സ ശരിയായ സമയത്ത്.